പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രാർത്ഥനകൾക്ക് നന്ദി. നെയ്യാറ്റിൻകര അമരവിള താന്നിമൂടെന്ന സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 3 മണി മുതൽ വരുന്ന ഞായറാഴ്ച മുതൽ നമ്മൾ ഒരുമിച്ചായിരിക്കും കർത്താവിൻ്റെ നാമത്തിൽ. അപ്പോൾ ഓർത്ത് പിന്നെയും പ്രാർത്ഥിക്കുക. ഓരോ മീറ്റിങ്ങുകളിലും ദൈവസാന്നിധ്യം വെളിപ്പെടുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മീറ്റിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ കർത്താവ് തന്ന ആ ദൈവിക വിടുതലുകൾ, രോഗികൾ സൗഖ്യം പ്രാപിക്കണം, മനം തകർന്നവർ ആശ്വാസം കണ്ടെത്തണം. അതെ, അത് നിങ്ങളിൽ സംഭവിക്കണം, നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കണം, നിങ്ങളുടെ ദേശത്തിൽ സംഭവിക്കണം, നെയ്യാറ്റിൻകര പട്ടണത്തിൽ അത് സംഭവിക്കണം. അതിനായി പിന്നെയും പ്രാർത്ഥിച്ചൊരുങ്ങുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇൻഫോം ചെയ്യുക, അവരോട് പറയുക. ഞായറാഴ്ച 3 മണി മുതലാണ് നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ കർത്താവ് അവസരം തരുന്നത്. യാത്രാ സൗകര്യമുണ്ട്. ഏത് ഭാഗത്തു നിന്നും സ്വന്തം വാഹനങ്ങളിലായാലും ബസ്സിലായാലും നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ സമയം തക്കത്തിൽ പ്രയോജനപ്പെടുത്തുക. മനസ്സ് തകർന്ന നിങ്ങൾ ആശ്വാസം കണ്ടെത്തുവാൻ, വിടുതലില്ലാതെ അലയുന്ന നിങ്ങൾ വിടുവിക്കപ്പെട്ടവരായി മാറുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ നിങ്ങളും ഒരുങ്ങുക. കടന്നു വരിക. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹം വിടുവിക്കപ്പെടും. അതെ, നിങ്ങളിലൂടെ കർത്താവിൻ്റെ വിലയിൽ വർദ്ധിച്ചു വരാം. ആത്മാക്കളെ നേടാം. പ്രാർത്ഥന കുറയ്ക്കേണ്ട. എന്തെങ്കിലും സംശയങ്ങളുള്ളവർ, ക്ലാരിറ്റി ആവശ്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക. കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ഈ ആഴ്ച പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവസനയിലായിരിക്കുന്ന ഒത്തിരി പേരോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന ഒരാലോചന, അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യം, അത് പ്രവചനദൂതായി വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് അറിയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇന്നും കർത്താവിൽ ശരണപ്പെട്ട് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. അപ്പോൾ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. എസ്രാ ശാസ്ത്രികളുടെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇരമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരെശിൻ്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരെശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തൻ്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, 2-ാമത്തെ വാക്യം കൂടെ വായിക്കട്ടെ. പാഴ്സി രാജാവായ കോരേശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവനൊരാലയം പണിയുവാൻ എന്നോട് കൽപ്പിച്ചും ഇരിക്കുന്നു. ദൂത് ഇതാണ്: നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് പ്രതീക്ഷിക്കാത്ത ചിലരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കും. ഒരിക്കൽ കൂടി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരെ നിങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച് തകർന്നായിരിക്കുന്ന നിങ്ങളുടെ ജീവിത അനുഭവങ്ങളെ കർത്താവ് പണിയും. ആ നിരാശയ്ക്ക്, വേദനയ്ക്ക് കർത്താവ് അറുതി വരുത്തും. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്കൊരു പ്രതീക്ഷയും ഇല്ല. ആമേൻ. പ്രതീക്ഷയോടെ നോക്കിയവരെല്ലാം മുഖം തിരിച്ചു. കൈ നീട്ടിയെടുത്തു നിന്നൊക്കെ വെറും കൈ മടങ്ങി വന്നു. ആരും കൈ തന്നില്ല. സഹായിക്കുമെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം അറിവ് പോലുമില്ല. അപ്പോൾ പ്രതീക്ഷിക്കുവാൻ ഒന്നുമില്ല. അവിടെ ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. നിരാശയോടെ, വേദനയോടെ ആയിരിക്കുക. കേൾക്ക്, അവിടെ നീ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ചിലരെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഓ, താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ പ്രതീക്ഷിക്കാത്ത ചിലരെ ഒരു ദൂത് ഒപ്പം ചേർത്ത് പറയട്ടെ. ഇവിടെ കോരശിനെയാണ് ദൈവം എഴുന്നേൽപ്പിച്ചത്. കോരശ് പാഴ്സി രാജാവാണ്, അഥവാ ജാതീയ രാജാവാണ്. എന്തിനു വേണ്ടിയാണ് എഴുന്നേൽപ്പിച്ചത്? ഇസ്രായേലിൻ്റെ പുനരുദ്ധാനത്തിനായി, പണിയപ്പെടലിനായി, അവരുടെ തകർച്ചകൾക്ക് പരിഹാരം വരേണ്ടതിനായി കോരശിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഞാൻ പറയാൻ പോകുന്ന ദൂത്, ഈ കോരശ് പോലും അറിഞ്ഞോ അറിയാതെയോ ഇവരുടെ തകർച്ചയ്ക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. ആമേൻ. അവർ പ്രവാസത്തിലായിരിക്കുന്നു, അഥവാ അവർ യുദ്ധങ്ങളിലൂടെ, കഠിനതകളിലൂടെ കടന്നുപോയി. ചുറ്റുവട്ടമുള്ള രാജാക്കന്മാരാൽ, അതിലൊരാൾ ഈ കോരശുമാണ്. അവൻ്റെ പിതാക്കന്മാരാണ്. അവരുടെ ആക്രമണം മൂലമാണ് അവർക്ക് തകർച്ചയുണ്ടായത്.
അപ്പോൾ ആര് മുഖാന്തരം ഇസ്രായേൽ ഒരു തകർച്ച ഉണ്ടായോ? തകർച്ച ഉണ്ടാകുവാൻ കാരണമായവൻ മുഖാന്തരം തന്നെ ഒരു പണിയപ്പെടൽ ദൈവം ഒരുക്കി. പ്രതീക്ഷിക്കുവാൻ വകയുണ്ടോ? ഇല്ല. ആരെങ്കിലും കോരസിൽ പ്രതീക്ഷ അർപ്പിക്കുമോ? ഇല്ല. നിങ്ങൾ ചിലരിൽ പ്രതീക്ഷ അർപ്പിക്കത്തില്ല. നിങ്ങൾക്ക് ചിലർ പ്രതീക്ഷ അർപ്പിക്കുവാൻ കഴിയത്തില്ല. അങ്ങോട്ട് ശ്രദ്ധിക്കുകയും വേണ്ട. പക്ഷേ അങ്ങനെ ചിലരെ, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമായ ചിലരെ നിങ്ങളുടെ പണിയപ്പെടലിനായി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. താങ്ക് യു ലോർഡ്. ആ തൊഴിലിടത്തിൽ നിനക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിച്ച, ഇറിറ്റേഷൻ സൃഷ്ടിച്ച, നിന്റെ തൊഴിലിൽ അത് തുടരുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ച ചിലരെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. ഒരു ആമേൻ പറയും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. ഒന്നുകൂടെ പറയട്ടെ, നീ സഹായം പ്രതീക്ഷിച്ചത്, നീ കൈനീട്ടിയത് ഒരുപക്ഷെ നിന്നെക്കാൾ ബലഹീനരോ നിനക്കൊപ്പം ഉള്ളവരോ ആയിരിക്കാം. അവരൊന്നും വിചാരിച്ചാൽ അവിടെ ഒന്നും നടക്കത്തില്ല. ആമേൻ. സ്തോത്രം. മുങ്ങിച്ചാകാൻ പോകുന്നവനൊരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള നിലയിൽ നീ പ്രതീക്ഷ അർപ്പിച്ചതാ. അതിലപ്പുറം നിനക്ക് തന്നെ അറിയാമല്ലോ സഹോദര സഹോദരി, അവരൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. പക്ഷേ നടത്തിപ്പിക്കുവാൻ കഴിവുള്ളവരെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അധികാരമുള്ളവരെ. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ തൊഴിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ നീ ആഗ്രഹിക്കുന്ന വരുമാനം അതേ ആഗ്രഹിക്കുന്ന അളവിൽ പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇന്നത്തെ അവസ്ഥ നോക്കണ്ട. അതിന് അധികാരമുള്ള കാര്യപ്രാപ്തിയുള്ള ചിലരെ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം അവിടെ ആ ഓഫീസിനകത്ത് എഴുന്നേൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ നിന്റെ ജോലി സ്ഥലത്ത് എഴുന്നേൽപ്പിക്കും, നിന്റെ സ്ഥാപനത്തിൽ എഴുന്നേൽപ്പിക്കും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ നഷ്ടപ്പെട്ടവനായി, നീ പരാജയപ്പെട്ടവനായി മടങ്ങി വരാതിരിക്കുവാൻ വേണ്ടി ചിലരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. സഹോദരി, ചിലരെ എൻ്റെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ആമേൻ. സ്തോത്രം. അതാരപ്പാ ഇപ്പം എനിക്ക് വേണ്ടി എഴുന്നേൽക്കാനിരിക്കുന്നത്? അതല്ലേ നിൻ്റെ ചിന്ത. കാരണം എഴുന്നേൽക്കാനുള്ളവരെല്ലാം ഒരുമിച്ച് ചേർന്ന് പണി തന്നുകൊണ്ടിരിക്കുക. എങ്ങനെ അതിനകത്ത് നിന്ന് ചവിട്ടി പുറത്താക്കാം? പുകച്ചു പുറത്ത് ചാടിക്കുന്ന ആ തന്ത്രമാണ്. ആമേൻ. പുകച്ചു പുറത്ത് ചാടിക്കുക. ഈ പന്നിയലി, പെരിച്ചാഴി എന്ന് പറയും, നാട്ടും പുറത്തുകളൊക്കെ പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. അതിങ്ങനെ വിളയിലൊക്കെ കപ്പ പാകമാകുമ്പോൾ വലിയ കുഴിയെടുത്ത് അതിനകത്തൂടെ കടന്നുപോയി കപ്പയെല്ലാം തിന്നും. അപ്പോൾ കർഷകരെന്ത് ചെയ്യും? ആ കുഴിയിൽ പുകയ്ക്കും. പുക അകത്ത് കയറുമ്പോൾ ഇതിനിരിക്കാൻ പറ്റത്തില്ല. അത് പുക കൊണ്ട് പുറത്ത് ചാടും. അവിടെ ഇട്ട് തല്ലിക്കൊല്ലും. സ്തോത്രം. അങ്ങനെ പുകയ്ക്കുക, നീ പുറത്ത് ചാടണം. സ്തോത്രം. നിന്നെ പുകച്ച് പുറത്ത് ചാടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ ഇവരാണോ സഹായിക്കാൻ പോകുന്നത്? അല്ലേ? അത് തന്നെ. നിന്നെ പുകച്ചു പുറത്ത് ചാടിക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരിലൂടെ തന്നെ ദൈവം നിന്നെ അവിടെ ഉറപ്പിക്കും. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ച കാണുവാൻ ഏറ്റവും ആഗ്രഹിച്ചായിരിക്കുന്നവരിലൂടെ തന്നെ എൻ്റെ ദൈവം നിന്നെ ആ ഭവനത്തിനകത്ത് ഉറപ്പിക്കും. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ വേണ്ടത് തകർച്ചയ്ക്ക് കാരണമായവരിലൂടെ തന്നെ ദൈവം ചെയ്യും. അത് ദൈവത്തിൻ്റെ നീതിയാണ്. യേശുവിൻ നാമത്തിൽ അത് ദൈവത്തിൻ്റെ നീതിയാണ്. സഹോദര, ആര് മുഖാന്തരമാണോ നീ നിൻ്റെ ഭാര്യയും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായത്? ഒരുപക്ഷെ നിങ്ങൾ ഒരുമിച്ചായിരിക്കാം താമസിക്കുന്നത്, പക്ഷെ ഒരു അകൽച്ചയുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും അവൾ നിയമപ്രകാരം നിൻ്റെ ഭാര്യയായിരിക്കാം, പക്ഷേ ഒരു അകൽച്ചയുണ്ട്. അകൽച്ചയ്ക്ക് കാരണമായവർ തന്നെ, സ്തോത്രം, തകർച്ചയ്ക്ക് കാരണമായവർ തന്നെ ചേർത്ത് വയ്ക്കുവാനും പണിതുയർത്തുവാനും പോകുന്നു. സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അമേൻ, അമേൻ. സ്തോത്രം. ചില വ്യക്തികളെ, നീ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളെ എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. അമേൻ. നിന്റെ കുടുംബജീവിതത്തിൻ്റെ പണിയപ്പെടലിന് വേണ്ടി നീയും നിന്റെ ഭാര്യയും, നീയും നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നതിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കുക. അമേൻ. സ്തോത്രം, സ്തോത്രം. എവിടേക്കാ ഒരു പണിയപ്പെടൽ കോരേശിലൂടെ സംഭവിക്കുവാൻ പോകുന്നത്? അമേൻ. അവരുടെ ഭൗതിക ജീവിതത്തിൽ മാത്രമല്ല, അവരുടെ ആത്മീയ ജീവിതത്തിലും. അഥവാ ദൈവത്തിൻ്റെ ആലയം പണിയപ്പെടുന്നു. കേൾക്കണമേ, ദൈവജനം അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരൊറ്റ
അടിസ്ഥാന കാരണം മാത്രമേ ഉള്ളൂ. ദൈവവുമായുള്ള ബന്ധം ശരിയാകുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരേ ഒരു കാരണം മതി. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബലം, വലിപ്പം, നിങ്ങൾക്ക് ജോലി, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ കൂട്ടുകാർ, നാട്ടുകാർ, ബന്ധുക്കൾ, സഭ, സംഘടന, നോ, ഇതൊന്നുമല്ല. ദൈവവുമായുള്ള ശരിയായ ബന്ധം, ദൈവവചനത്തിൽ ആഴത്തിൽ വേരൂന്നിയായിരിക്കുന്ന, വചനത്തോടൊപ്പമായിരിക്കുന്ന അതെ ആ അനുഭവം. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷത്തോടെ പറയട്ടെ, പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾ ആ അവസരത്തിൽ, ആ അവസ്ഥയിലായിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകൾ നിങ്ങൾ ദിനം പ്രതി കേട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുന്നു. പ്രിയരെ, ഈ വിശുദ്ധ വേദപുസ്തകം രചിക്കപ്പെട്ടത് നിങ്ങൾ ഇന്ന് പലരിലൂടെയും കേൾക്കുന്ന പല ഉദ്ദേശങ്ങൾക്കും വേണ്ടി അല്ല, മറിച്ച് ദൈവവുമായി ചേർന്ന് നിൽക്കുന്ന ജനത്തിൻ്റെ അനുഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നത് വെളിപ്പെടുത്തുവാനത്രേ. നിങ്ങൾ പഴയ നിയമം വായിച്ചു നോക്കൂ, അവിടെ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ വെളിപ്പെടുത്തൽ കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ ആത്മീയമായ അനുഗ്രഹങ്ങളുടെ വെളിപ്പെടുത്തൽ കാണുവാൻ കഴിയും. രണ്ടും ഭക്തന് ഉള്ളതാണ്. അപ്പോൾ ചിലർ പറയും, ഒരിക്കലുമല്ല ദൈവദാസനെ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. അത് പഴയ നിയമം, അത് യഹൂദനുള്ളതാണ്. പഴയ നിയമത്തിലെ അനുഗ്രഹമല്ല, നമുക്കുള്ളത് ഇവിടെ കഷ്ടതയാണ്, കണ്ണുനീരാണ്. ശരിയാണ്, യേശു പറഞ്ഞു കഷ്ടമുണ്ട്. പലരും അവിടെ നിൽക്കുക കഷ്ടത്തിൽ. യേശു കഷ്ടത്തെ ജയിച്ചു, അത് പലരും അറിയുന്നില്ല. യേശു ജയിച്ചെങ്കിൽ നമ്മളും ജയിക്കും. ഓ താങ്ക് യു ലോർഡ്, നമുക്ക് മുമ്പേ നടന്നവൻ ജയിച്ചതുകൊണ്ട് നമ്മളും ജയിക്കും. അതെ, നിങ്ങളെയും ജയിപ്പിക്കുവാൻ എൻ്റെ യേശുവിന് കഴിയും. ഓ ആമേൻ, സ്തോത്രം. നോക്കൂ, പലരുടെയും ചിന്ത ഇതാണ്, പഴയ നിയമത്തിലാണ്. പ്രിയരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പഴയ നിയമത്തിലെ അനുഗ്രഹം തന്നെയാണ് പുതിയ നിയമത്തിലും പിന്തുടർന്ന് വരുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-14 വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ അത് വളരെ വ്യക്തമായി, ശക്തമായി ഗലാത്യ സഭയോട്, അതെ നമ്മോട് വിളിച്ചു പറയുന്നു. എന്താണ്? ആബ്രഹാമിൻ്റെ അനുഗ്രഹം. ആരുടെ? ആബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായ നമുക്ക് ക്രിസ്തുവേശുവിൽ വരേണ്ടതിന്, അല്ലെങ്കിൽ നാം പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവെന്ന ആ വാഗ്ദത്തത്തെ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, വരേണ്ടത് ആബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. ധനമാണ്, മാനമാണ്, പുകഴ്ചയാണ്, അനുഗ്രഹമാണ്, പേര് പെരുമ, പ്രശസ്തിയാണ്, തലമുറകളുടെ അനുഗ്രഹമാണ്. ഓ താങ്ക് യു ലോർഡ്. ഇതൊന്നും വേണ്ടാത്തവർക്ക് അല്ലെന്ന്, ഇതെല്ലാം ഉള്ളവരാണ് നമ്മളെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾക്കിതൊന്നും വേണ്ട, നിങ്ങൾ സ്വർഗത്തിൽ മാത്രം പ്രാപിച്ചാൽ മതി. അതെ, സ്വർഗത്തിൽ പ്രാപിക്കാനുള്ളത് കർത്താവ് നമുക്ക് തരും. അത് ഇവിടെയുള്ള ആർക്കും തരാൻ പറ്റത്തില്ല, അത് കർത്താവിന് മാത്രമേ തരുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് ഭവനം പണിയാൻ പോയപ്പോൾ വേറെ ആരെയും കൂടെ കൊണ്ടുപോയിട്ടില്ല. ആമേൻ. കർത്താവ് അത് പണിതോളും, നമുക്കത് തരികയും ചെയ്യും. ആമേൻ. കാരണം നമ്മൾ ദൈവ വചനത്തിനൊപ്പമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ദൈവിക പദ്ധതി നിങ്ങളുടെ ആത്മീക ഭൗതിക അനുഗ്രഹമാണ്, ഉണർവാണ്, ഉദ്ധാരണമാണ്. അപ്പോൾ നോക്കൂ, കോരസിലൂടെ ആലയം പണിയപ്പെടുന്നു, അഥവാ ദൈവവും ജനവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. വിച്ഛേദിക്കപ്പെട്ട ചില ബന്ധങ്ങളെ, ദൈവവുമായി ഉള്ള ബന്ധത്തിൽ വിള്ളലുണ്ടായി. പലരുടെയും വാക്കുകളാകാം, പലരുടെയും തിയോളജി ആകാം, കുറ്റപ്പെടുത്തലാകാം, നിരാശയാകാം. അതെ സഹോദര സഹോദരി, ഇന്ന് ദൈവമായൊരു ബന്ധം, പ്രൈസർ ഫാമിലി മുഖാന്തരം ദൈവമായൊരു ബന്ധം നിനക്കുണ്ടാകുമെങ്കിൽ, ആമേൻ, സ്തോത്രം. ആ ബന്ധത്തിൻ്റെ ഫലം എന്താണ്? അവർക്കൊരു രാജ്യമുണ്ടാകും, അവർക്ക് രാജാവുണ്ടാകും, അവർ പിന്നെയും ശക്തന്മാരായി മാറും. സ്തോത്രം. നീ പണിയപ്പെടും, തകർന്ന നീ പണിയപ്പെടും. ഇനി നീ ആരുടെയും അടിമയായിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം തന്നെ രാജാവായി നിന്നെ വഴി നടത്തും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ആത്മീയ ജീവിതം പണിയപ്പെടുമ്പോൾ ഭൗതിക ജീവിതം പണിയപ്പെടും. തകർന്ന നിന്റെ കുടുംബ ജീവിതം പണിയപ്പെടും. തകർന്ന നിന്റെ തലമുറകളുടെ ജീവിതം പണിയപ്പെടും. പണിയപ്പെടലിൻ്റെ അനുഭവത്തിനൊപ്പം നീ ആയിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചു വയ്ക്കും, ഓ ഇവൻ പറയുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്, എനിക്ക് സംശയമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും. നോക്കൂ, കാലങ്ങൾക്ക് മുമ്പ് ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യിരെമ്യാ പ്രവാചകൻ മുഖാന്തരമുണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന്. ഈ ആഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുമ്പോൾ, കഴിഞ്ഞ രാത്രി പ്രാർത്ഥനയോടെ ഞാനിരിക്കുമ്പോൾ നിങ്ങളോട് പറയുവാൻ ദൈവം തന്ന ആലോചന നിവർത്തിയാകേണ്ടതിന് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യിരെമ്യാ പ്രവാചകനിലൂടെ ഉണ്ടായ ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിക്കേണ്ടതിന്. സ്തോത്രം.
നീ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട്, പ്രൈസ് ഫാമിലിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് നിവർത്തിയാകേണ്ടതിന് ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. അവർ പണിയപ്പെടുവാൻ, അവർ അനുഗ്രഹം പ്രാപിക്കുവാൻ, അവർ മുഖാന്തരം നീ നന്മ അനുഭവിക്കുവാൻ ചില വ്യക്തികളെ കർത്താവ് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അധികാരമുള്ള ചില വ്യക്തികളെ ആ ബാങ്കിനകത്ത് കർത്താവ് എഴുന്നേൽപ്പിക്കും, ആ ലോണ് പാസ്സാകുവാൻ. പ്രാർത്ഥിക്കും സഹോദരിയും. ആ സ്കൂളിൽ, കോളേജിൽ അവളുടെ പഠനം കണ്ടിന്യൂ ചെയ്യുവാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ തുടർന്നുള്ള പഠനം അനിശ്ചിതത്വത്തിലായിരിക്കുന്ന, സ്തോത്രം, യെസ്, നീ ഭാരപ്പെട്ടായിരിക്കാം. കർത്താവ് അധികാരികളോട് ഇടപെടുവാൻ പോകുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ചില മാസങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, ചില അക്കാഡമിക് ഇയർ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ കർത്താവ് ചിലരോട് സംസാരിക്കുക യേശുവിൻ നാമത്തിൽ. അധികാരികളോട്, അധികാരമുള്ളവരോട്, സാധാരണക്കാരോട് അല്ല, അധികാരമുള്ളവരോട് കർത്താവ് സംസാരിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിനക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ കേസിൽ അവനകപ്പെട്ട് തീർന്നു പോകാതിരിക്കുവാൻ, സ്തോത്രം, പറയട്ടെ, ആ സ്റ്റേഷനിൽ നിന്ന് ചിലർ, അതെ, ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചിലർ നിന്റെ തലമുറയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നും, ദേവദാസനെ, ഇറ്റ്സ് പോസിബിൾ. തീർച്ചയായിട്ടും ഇത് പോസിബിളാണ്, ഇത് സാധ്യമാണ്. പ്രൈസ് ഫാമിലിക്ക് ഈ വിധത്തിലുള്ള 100 സാക്ഷ്യങ്ങളെ പറയുവാനായിട്ട് കഴിയും. ചില മാസങ്ങൾക്ക് മുമ്പ് പ്രൈസ് ഫാമിലിക്ക് ഒപ്പം ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മാതാവ്, എപ്പോഴും അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ഫാമിലിക്കൊപ്പം തന്നെ അനുഗ്രഹിക്കപ്പെട്ട അമ്മയും മകനും ആ കുടുംബം സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇടുക്കിയിലാണ് അവർ താമസിക്കുന്നത്. അവരുടെ മകൻ +2 കഴിഞ്ഞ് പരാജയപ്പെട്ടു വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ആ അമ്മ വിളിക്കുന്നത്. ഒരു ദുശീലം ആ മകൻ തുടങ്ങി, ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന, സ്തോത്രം, ഒരു വലിയ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിനകത്ത് ആ കുഞ്ഞ് പെട്ടുപോയി. കൂട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ പിള്ളേർക്ക് ബുദ്ധിയുണ്ട്. വീണ്ടും പോയി പെടുന്നുണ്ടെങ്കിൽ സ്തോത്രം, നിൽക്കട്ടെ, അവിടെ പെട്ടുപോയി. ഒരു ദിവസം രാത്രി ആ മാതാവ് വളരെ കണ്ണുനീരോടെ, വേദനയോടെ വിളിച്ചു. ഏകദേശം 2 മണി കഴിഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒത്തിരി തവണ ഫോൺ പുറത്താ വച്ചിരുന്നത്. ഒത്തിരി തവണ ശബ്ദം കേട്ടപ്പോൾ ഉണർന്നു വന്നപ്പോൾ ആ മാതാവ് അലറി കരയുക. ദേവദാസനെ, എൻ്റെ മകനെ അവൻ്റെ കൂട്ടുകാർക്കൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി, അതെ, ആ ലഹരി വസ്തുവുമായിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഞാൻ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പോയി, ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം പറയുന്നത്, ഇനി ഒരിക്കലും നിൻ്റെ മകനെ തിരികെ കിട്ടത്തില്ല, ജാമ്യമില്ലാത്ത കേസാണ്, അവൻ അകത്തായി പോകും, അവൻ്റെ ഭാവി നശിച്ചു, അവൻ്റെ ജീവൻ നശിച്ചു. അമ്മ പറഞ്ഞു, ദേവദാസനെ, നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ആ മകൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഭർത്താവില്ല, വേറെ മക്കളില്ല. ഞാൻ തോട്ടത്തിൽ പണിക്ക് പോയിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇന്ന് വരെ വളർത്തിയത്. അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അമ്മ കരയുവാനായി തുടങ്ങി. അമ്മയുടെ കണ്ണുനീരിനൊപ്പം ഉള്ളം വേദനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനായി തുടങ്ങി. ആ മകനായിരിക്കുന്ന, അവൻ പെട്ടുപോയ സ്ഥാനത്ത് അവന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ഞാൻ ധൈര്യത്തോടെ ആ മാതാവിനോട് പറഞ്ഞു, ഉറപ്പ് കൊടുത്തു, അമ്മേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, അത് നിനക്ക് വേണ്ടി, നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി അവിടെ ചിലരെ എഴുന്നേൽപ്പിക്കും. ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ മാതാവിന് വേണ്ടി തുടർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫോൺ എൻഗേജ്ഡ് ആകുന്നു. വേറെ കോൾ വന്നുകൊണ്ടിരിക്കുന്നു. 2-3 പ്രാവശ്യം കണ്ടിന്യൂസ് വന്നപ്പോൾ ഞാൻ ആ അമ്മയോട് പറഞ്ഞു, അമ്മ കട്ട് ചെയ്തിട്ട് ആ കോൾ എടുക്കാൻ. അമ്മ പറഞ്ഞു, ഇല്ല, എനിക്ക് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കോൾ എടുക്കുക, അതിനുശേഷം ഞാൻ ഉറങ്ങത്തില്ല, പ്രാർത്ഥിക്കാം. അമ്മ ഫോൺ എടുത്തു. ആ ഫോണിൽ ആരായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് ആ അമ്മ വിളിച്ചു പറഞ്ഞു. ആ സ്റ്റേഷനിലെ മോനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ പോലീസുകാരൻ, ആ സ്റ്റേഷൻ ഇൻചാർജുള്ള പോലീസുകാരനാണ് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ മകൻ, അവൻ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ, അവൻ ഈ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവർ ഒത്തിരി തവണ കേസുകളിൽ പെട്ടിട്ടുള്ളതാണ്, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, അവർ ക്രിമിനൽസാണ്. എന്നാൽ നിങ്ങളുടെ മകൻ അങ്ങനെയല്ല. അവനെ കണ്ടപ്പോൾ, അവനെ ഈ സ്റ്റേഷനകത്ത് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു അപ്പനാണ്, എനിക്ക് മനസ്സിലായി അവൻ പെട്ടുപോയതാണ്, അവൻ ഇതിൽ പെട്ടുപോയതാണ്. അവൻ കോടതിയിൽ പോയാൽ, അവൻ ജയിലിലായാൽ, അവൻ പിന്നെ ആജീവനാന്തം ഈ കുറ്റബോധത്തോടെ
ഒരു ക്രിമിനൽ എന്ന അനുഭവത്തിൽ അവൻ ജീവിക്കേണ്ടി വരും. രാത്രിയിൽ തന്നെ CI വരും. നിങ്ങൾ കടന്നു വരിക, ഞാനും കൂടെ CIയോട് സംസാരിക്കാം. ആ രാത്രി തന്നെ ആ മാതാവ് അടുത്തുള്ള ഒരാളിനെ വിളിച്ച്, ആട്ടോയൊന്നും കിട്ടുന്ന സ്ഥലമല്ല, അവരുടെ ബൈക്കിൽ തന്നെ കയറി സ്തോത്രം സ്റ്റേഷനിൽ കടന്നുപോയി. ഈ പോലീസുകാരനും ഈ അമ്മയും CIയോട് സംസാരിച്ചു. CIയോടും ദൈവം ഇടപെട്ടു. അന്ന് രാത്രി ആ അമ്മയ്ക്കൊപ്പം ആ മകൻ മടങ്ങി. ആ സ്റ്റേഷനകത്ത് ദൈവം അധികാരികളെ എഴുന്നേൽപ്പിച്ചു. നിന്നോടുള്ള ദൂത, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് മനസ്സലിവുള്ള അധികാരമുള്ള ചിലരെ നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ആ വിവാഹം മുടങ്ങിപ്പോകാതെ നടക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. നിന്റെ ശുശ്രൂഷ നിന്നു പോകാതിരിക്കുവാൻ അധികാരമുള്ള, ആലയം പൂട്ടിയിടാതിരിക്കുവാൻ അധികാരമുള്ള ചിലരെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അവൻ ചിലത് ചെയ്യുവാൻ കഴിയുന്നവരെ, നീ സൗഖ്യമാകുവാൻ, നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ, ചിലത് നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നവരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ആമേൻ. നിന്റെ ഈ ഉപവാസവും നിന്റെ ഈ പ്രാർത്ഥനയും, അതെ, ഒരിക്കൽ കൂടി പറയട്ടെ, ഈ ആഴ്ചയിൽ ഒത്തിരി പേർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നുണ്ട്. അതെ, കേൾക്ക്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത്, നിങ്ങൾ സ്ഥാപനം തുടങ്ങി, ബിസിനസ് തുടങ്ങിയ ആ സ്ഥാനത്ത് നിങ്ങൾ പലരെയും പ്രതീക്ഷിച്ചു ഒപ്പം നിൽക്കുമെന്ന്. പക്ഷെ അവരൊന്നും നിന്നില്ല. പലതും നിങ്ങൾ പ്രതീക്ഷിച്ചു നടക്കുമെന്ന്, അതൊന്നും നടന്നില്ല. കേൾക്ക്, അവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലരെ, പലതും നടത്തിക്കുവാൻ പ്രാപ്തിയുള്ള ചിലരെ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഓ, താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഈ ആഴ്ച പ്രാർത്ഥനയും ഉപവാസവും വെറുതെയല്ല. ഈ ആഴ്ച പ്രാർത്ഥനയും ഉപവാസവും വെറുതെയായി തീരത്തില്ല. കോരശിനെ എഴുന്നേൽപ്പിച്ച ദൈവം, യിരെമ്യാവിലൂടെ ജനത്തോട് അരുളി ചെയ്ത ആലോചനയെ മറക്കാത്ത ദൈവം, പ്രഷർ ഫാമിലിയിലൂടെ നിങ്ങൾ ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആലോചനകളെ, ദൂതുകളെ, പ്രവചന ദൂതുകളെ മറക്കത്തില്ല. അത് നിവർത്തിക്കുവാൻ ചിലരെ എഴുന്നേൽപ്പിക്കും. അതിനായി പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ ഒരുങ്ങി ദൈവസേനയിലായിരിക്കുക. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടേതായ വിഷയത്തിന് വേണ്ടി മാത്രമായി ഒരു ഉപവാസം പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. ഒപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക. പ്രൈസർ കുടുംബത്തിലേക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ നമ്മൾ ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വരുന്ന ആഴ്ച അത് നിങ്ങളുടെ സാക്ഷ്യമായി മാറും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ കഴിയും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ആരാധനയുടെ അനുഭവം വിടുതലോടെ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. കടന്നു വരുവാൻ കഴിയുന്ന സ്ഥലങ്ങളിലുള്ളവർ, മറ്റൊരാലയത്തിൽ കടന്നു പോകാത്തവർ ആലയത്തിലേക്ക് കടന്നു വരിക. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് അവരെയും ചേർത്ത് നിർത്തുക. തുടർന്ന് 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിളയിൽ താന്നിമൂട് എന്ന സ്ഥലത്ത് വൈകുന്നേരത്തെ മീറ്റിംഗ്, സഭ, സംഘടന, ജാതി, മത വ്യത്യാസമില്ലാതെ നിങ്ങൾക്കേവർക്കും കടന്നു വരാം. ഞായറാഴ്ച വിരസമായി, അലസമായി TV കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളയുന്ന ആ സമയത്തെ നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള സമയമാക്കി മാറ്റാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ അറിയിക്കുക, കൂട്ടി വരുത്തുക. ശ്രദ്ധിക്കുമല്ലോ, ഞായറാഴ്ച 3 മണിക്ക് മാത്രമേ, എല്ലാ ഞായറാഴ്ചകളിലും 3 മണിക്ക് മാത്രമേ ഈ പറഞ്ഞ അമരവിള താന്നിമൂട് എന്ന സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് ഉള്ളൂ. ബാക്കി വെള്ളിയാഴ്ച മീറ്റിങ്ങും പകലുള്ള മീറ്റിങ്ങും ബാക്കി മീറ്റിങ്ങുകളെല്ലാം അതുപോലെ കാക്കാമുല പ്രഷർ ഫാമിലിയുടെ വർഷിപ്പ് സെൻറ്ററിൽ വെച്ചാണ്. കണ്ണടച്ചോ. വിശ്വാസ കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അപ്പം ഇവർക്ക് വേണ്ടി, ഇവർ ഈ ദിവസങ്ങൾ പ്രഷർ ഫാമിലിയിലൂടെ കേട്ട ആലോചനകളുടെ നിവർത്തീകരണത്തിനായി ചിലരെ അങ്ങ് എഴുന്നേൽപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇവരുടെ തൊഴിലിടത്തിൽ ഇവർക്ക് വേണ്ടി ചിലർ എഴുന്നേൽക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട തൊഴിലുകൾ കിട്ടട്ടെ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ, സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണമേ.
ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് ജോലിക്കായി കാത്തിരിക്കുന്നവർ നല്ല ജോലികൾ നൽകണമേ കർത്താവേ. വിദേശ ജോലികൾക്കായി കടന്നുപോയി ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ നല്ല ജോലി സാഹചര്യങ്ങൾ ഒരുക്കണമേ അപ്പ. വിസയ്ക്കായി കാത്തിരിക്കുന്നവർ വിസ വരട്ടെ. പല രാജ്യങ്ങളിലും കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ അതിനുവേണ്ട സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. IELTS, OET, പ്രോമെട്രി എക്സാമുകൾ എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ സ്വർഗമേ ഇവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവേ. അപ്പാ ഇവരുടെ അത്ഭുതങ്ങളുടെ ദിവസമായി തീരട്ടെ കർത്താവേ. രാജ്യങ്ങളുടെ നന്മകൾ ഇവരുടെ ഭവനങ്ങളിലേക്ക് എത്തട്ടെ കർത്താവേ. സ്തോത്രം. മാതാപിതാക്കൾ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നുപോയി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. മക്കളിലൂടെ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ കർത്താവ്. പഠനത്തോടൊപ്പം വിദേശങ്ങളിൽ ജോലി ആഗ്രഹിച്ചായിരിക്കുന്നവർ പഠന സാഹചര്യങ്ങൾ തൊഴിലനുഭവങ്ങൾ ഒരുക്കണമേ കർത്താവ്. പല പല ജോലികൾ ചെയ്യുവാൻ കഴിയാത്തവർ ഡിപ്രഷനും ആങ്സൈറ്റിയും പല നിരാശകളിലും തള്ളിയിടുന്ന പിശാചിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. പൈശാചികമായ എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ. രോഗങ്ങൾ മാറിപ്പോകട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. സൂയിസൈഡ് ടെൻഡൻസികൾ മാറിപ്പോകട്ടെ. ഉറക്കമില്ലായ്മകൾ മാറിപ്പോകട്ടെ. മുടി കൊഴിയുന്ന അവസ്ഥ മാറട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കും. സ്കിന്നിലുണ്ടാകുന്ന എല്ലാ ഡിസീസസും സൗഖ്യമാകട്ടെ. കോൺഫിഡൻസിനെ തകർത്ത് കളയുന്ന സ്കിൻ ഡിസീസസ് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സ്വർഗം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് അപ്പാ അങ്ങ് സന്ദർശിച്ചാട്ടെ. എല്ലാ ബന്ധനങ്ങളുമായിട്ട് പിശാച് കെട്ടി ഒതുക്കിയ ആ കെട്ടുകൾ പൊട്ടിമാറട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെട്ടത്. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹമായിട്ടുണ്ട്. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. നല്ല സ്വഭാവത്തിൽ കുഞ്ഞുമക്കൾ വളരട്ടെ. അനുസരണയിലും ദൈവ ഭയത്തിലും വളരട്ടെ അപ്പാ യേശുവേ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യയും ഭർത്താവും സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. തകർന്നുപോയ കുടുംബജീവിതങ്ങൾ പണിയപ്പെടട്ടെ. സംശയരോഗങ്ങൾ മാറട്ടെ. കലഹങ്ങളും കലക്കങ്ങളും മാറട്ടെ. എല്ലാ അസൂയകളും അത് മുഖാന്തരമുള്ള വെല്ലുവിളികളും മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. ദുർനടപ്പുകൾ മാറിപ്പോകട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. ഇവർ ദേശത്തിൽ കണ്ടത് ഇവർക്ക് നൽകി മാനിച്ചാട്ടെ. പ്രാർത്ഥനാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷാ ജീവിതമുള്ളവരായി മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ഇവർക്ക് ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മയെ തടഞ്ഞു വയ്ക്കുന്ന നന്മയുടെ മേൽ അവകാശം പറയുന്ന എല്ലാ പോരുകളും വഴിയട്ടെ. ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. മറക്കരുത്. ഞായറാഴ്ചകളിൽ വൈകുന്നേരം 3 മണിക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക. നിങ്ങൾ കടന്നു വരിക. അവരുമായി ഒരുമിച്ച് കടന്നു വരിക. നമുക്ക് അവിടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വിടുതൽ പ്രാപിക്കാം. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.